പ്രകൃതി പോലും ശൈവ പഞ്ചാക്ഷര മന്ത്രസാഗരം മുറതെറ്റാതെ ജപിക്കുന്ന ഈ പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. പുരാണ കാലഘട്ടങ്ങളിൽ ഇത് കൂടൂരായി അറിയപ്പെട്ടു. ത്രിമൂർത്തികൾ ഒത്തുചേർന്ന സ്ഥലമായിരുന്നു കൊട്ടിയൂർ. ഭാവിയിൽ ഇത് കൊട്ടിയൂരായി മാറി. സൃഷ്ടിയുടെ പിതാവ് ബ്രഹ്മാവിൻ്റെ പുത്രൻ ദക്ഷ പ്രജാപതി യാഗം നടത്തിയ സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ. മഹാദേവൻ്റെ പത്നി സതീദേവി യാഗാഗ്നിയിൽ ജീവൻ അവസാനിപ്പിച്ച സ്ഥലം കൂടിയായിരുന്നു കൊട്ടിയൂർ എന്നറിയപ്പെടുന്നു. വർഷത്തിൽ 27 ദിവസമാണ് ഇവിടുത്തെ പൂജകൾ നടന്നു വരുന്നത്. പ്രദക്ഷിണ പാതയിൽ ജലം ഒഴുകുന്ന ഏക ക്ഷേത്രമാണിത്. ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിനെ അറിയപ്പെടുന്നത്.